ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രൈറ്റ്സ് ഓഫ് ദി കിങ് സീസൺ 1 എപ്പിസോഡ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹെലൻ അൽഫോൻസ ജോസഫ് ഫ്രം മീലാന്. ഞാനാണ് ഇന്നത്തെ ഈശോയുടെ മണവാട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഏതൊരു വലിയ നിയോഗവും ആരംഭിക്കുന്നത് ഒരു ലളിതമായ യെസ് എന്ന വാക്കിൽ നിന്നും. ശുദ്ധി എന്നത് അസാധാരണമായ പ്രവൃത്തികളാലല്ല, മറിച്ച് സാധാരണ നിമിഷങ്ങളിൽ പ്രകടിപ്പിക്കുന്ന അസാധാരണമായ സ്നേഹത്തിനാലാണ് അളക്കപ്പെടുന്നതെന്നും വിശുദ്ധ തെരേസ തിരിച്ചറിഞ്ഞു. ദൈവത്തിനായി പ്രവർത്തിക്കുന്ന ഓരോ ചെറിയ പ്രവൃത്തിക്കും നിത്യമായ മൂല്യമുണ്ടെന്ന് തന്റെ ചെറിയ വഴികളിലൂടെ അവൾ തെളിയിച്ചു. ചെറിയ കാര്യങ്ങളെ പോലും വലിയ തോതിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അവരുടെ ആ യെസ് നമ്മെ പ്രചോദിപ്പിക്കുന്നു. Stop. So, here the guest Anna. It's a small interview about today's bread. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. നീ എന്റെതെന്നും ഞാൻ നിന്റെതെന്നും പറയാതെ പറയുന്നു സൗഹൃദം സൗഹൃദം സൗഹൃദം. Yes, so ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് is Sister Anna Pace from Franciscan Clarist Congregation. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ sister. Can you hear introvert yourself And the FCC Congregation Sister Eve. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ എൻഡ്രേസ. ഇരിഞ്ഞാലക്കുട രൂപതയിലെ തച്ചുടുകറമ്പടവകയിലെ വിജയരാഘപുരം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. വീട്ടില് പപ്പ, അമ്മച്ചി, 2 ചേച്ചിമാര്, ഒരനിയൻ, ഇത്രയും പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. LKG മുതൽ +2 വരെയുള്ള കാലഘട്ടം FCC സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. +2 പഠിച്ചതിന് ശേഷമാണ് ഞാൻ മടത്തി ചേർന്നതും. സിസ്റ്റായതിനു ശേഷം GNM ജനറൽ നേഴ്സിംഗ് പഠിച്ചു. കരാഞ്ചിറ ബിഷപ്പ് ആലപ്പാട് മിഷൻ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഹൊസൂർ രൂപതയുടെ കീഴിലുള്ള നേമല്ലൂർ ആശീർവാദ ഭവൻ കോൺവെന്റിൽ അംഗമായിട്ട് വന്നു. അതോട് ചേർന്നുള്ള ജീവോദയ ജെറിയാട്രിക് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് തമിഴ്നാട്ടിലെ 2 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് ജീവോദയ ക്യാൻസർ പേഷ്യൻസിനെ നോക്കുന്ന സെന്ററും ജീവോദയ ജെറിയാട്രിക് ഹോസ്പിസും. ഇവിടെ ഞങ്ങൾ കിടപ്പ് രോഗികളെയാണ് നോക്കുന്നത്. ഞങ്ങളുടെ സഭയുടെ കാരിസത്തിന്റെ ഒരു പ്രതിച്ഛായയാണ് ഞാനിവിടെ കണ്ടുവരുന്നത്. എല്ലാവരും ഒരേ സ്നേഹത്തോടെ, രോഗികളെ സ്നേഹത്തോടെ കണ്ട് ഈശോയെ അവരിൽ കണ്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. Wow, it is really good to hear about your family and the congregation, sister. Thank you. Now the first question for you, sister. എങ്ങനെയാണ് ദൈവികമായ വഴി തിരിച്ചറിഞ്ഞത്? എന്തുകൊണ്ടാണ് ഫ്രാൻസിഷ്യൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുത്തത്? ചെറുപ്പം മുതൽ എനിക്ക് സിസ്റ്റർ ആവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആൻറ്റി FCC കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. പിന്നെ ചെറുപ്പം മുതൽ LKG മുതൽ +2 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ FCC സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. സിസ്റ്റേഴ്സിനെ കാണുമ്പോഴും വല്ലപ്പോഴൊക്കെ ആൻറ്റി വീട്ടിൽ വരുമ്പോൾ ആൻറ്റീനെ കാണുമ്പോഴൊക്കെ സിസ്റ്റർ ആവാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബൈക്കിന്റെ ടൈമിലൊക്കെ സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ടായിരുന്നു, ആർക്കൊക്കെ ആണ് ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ളത്, നേഴ്സ് ആവാൻ ആഗ്രഹമുള്ളത്, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാറുണ്ട്, വലുതാവുമ്പോൾ ആരാകുമെന്നൊക്കെ. അപ്പോൾ പലരും ഡോക്ടർ ആവാൻ, നേഴ്സ് ആവാനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് തീഷ്ണതയോടുകൂടി കൈപ്പൊക്കാറുണ്ട്. അങ്ങനെ അവസാനം സിസ്റ്റർ ചോദിക്കാറുണ്ട്, ആർക്കൊക്കെയാണ് സിസ്റ്റർ ആവാൻ ആഗ്രഹമുള്ളതെന്ന്. അതേ തീഷ്ണതയോട് തന്നെ ഞാനും അന്ന് കൈപ്പൊക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചുറ്റും ആരും എൻ്റെ കൂടെ കൈപ്പൊക്കാനില്ലായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് സിസ്റ്റർ ആവുക എന്നത് ഒരു മോശമായ എന്തോ കാര്യമാണ്, അതായിരിക്കും ആരും അന്ന് കൈപ്പൊക്കാൻ കൂടെ ഇല്ലാതിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് പിന്നീടൊന്നും ആരും ചോദിച്ചാൽ ഈ സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം ഞാൻ ആരുമായിട്ട് പങ്കുവയ്ക്കാറില്ല. സിസ്റ്റേഴ്സ് ചോദിക്കുമ്പോൾ ആഗ്രഹം പറയാറുണ്ട്, പക്ഷെ എന്നാലും പുറമേയുള്ള ആര് ചോദിച്ചാലും സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം ഞാൻ പറയാറില്ല, താല്പര്യമില്ല എന്നാണ് പറയാറുള്ളത്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ആൻറ്റീനെ കാണാനൊക്കെ പോകുമ്പോഴായാലും
സിസ്റ്റർ ഇവള് സിസ്റ്ററാൻ വരും, അങ്ങനെ സിസ്റ്റേഴ്സ് പറയണ കേൾക്കുമ്പോൾ ചേച്ചിമാരെന്നോട് പറയാറുണ്ട്, നീ ഇനി ജീൻസും ടോപ്പിട്ട് നടന്നാൽ മതി, ആൻറ്റീനെ കാണാൻ പോകുമ്പോഴായാലും ജീൻസും ടോപ്പിട്ട് പോയാൽ മതി. അപ്പോൾ ആരും വിളിക്കില്ലല്ലോ, സിസ്റ്ററാൻ വിളിക്കില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ ചേച്ചിമാരുടെ ഒരു ലക്ഷ്യം. അങ്ങനെ പിന്നെ ജീൻസും ടോപ്പൊക്കെ അണിയിച്ചൊരുക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും അടിച്ചു പൊളിച്ച് നടക്കാനും, പിന്നെ ഡാൻസ് ചെറുപ്പനെ വെച്ച് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടായിരുന്നു. അപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഹരായിരുന്നു, അത്ര ത്രില്ലായിരുന്നു. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ചേച്ചിമാരും ഞാനും എൻ്റെ ഫ്രണ്ട്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു. പ്രോഗ്രാംക്കൊക്കെ ഡാൻസ് ചെയ്യാനൊക്കെ ഞങ്ങളെല്ലാവരും പോകാറുണ്ട്. അങ്ങനെ ഡാൻസ് കളിച്ച് നടക്കുക, അണിഞ്ഞൊരുങ്ങി നടക്കുക, അടിച്ചു പൊളിച്ച് നടക്കുക, അതിലായിരുന്നു പിന്നീട് എൻ്റെ ഫോക്കസ്. സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങി. പിന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പഠനത്തിൻ്റെ സ്ട്രഗിളും ടെൻഷനും ആ സമയത്താണ് ഞാൻ വീണ്ടും ഈശോയിൽ ആശ്രയിക്കാനും ഈശോയെ കൂട്ടുപിടിക്കാനൊക്കെ തുടങ്ങിയത്. അന്ന് ഞങ്ങളുടെ ഇടവകയിലുള്ള ജീസസ് യൂത്തിൻ്റെ സംഘടനയിൽ പോകാറുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളെ ഞാൻ പോയുള്ളൂ. ആ പോകുന്ന സമയത്തൊക്കെ ദൈവാനുഭവം ഷെയർ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് പേഴ്സണൽ പ്രയറിനെ കുറിച്ച് പറഞ്ഞ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അന്ന് ജീസസ് യൂത്തിൽ പഠിപ്പിച്ച ഒരു കാര്യം, പേഴ്സണൽ പ്രയർ എന്ന കാര്യം ഇന്നും തുടർന്നു കൊണ്ട് പോകാൻ, അത്രയും തീക്ഷ്ണതയോടുകൂടി തുടർന്നു കൊണ്ട് പോകാൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് മുതൽ ജീസസ് യൂത്തിൽ പഠിപ്പിച്ച കാര്യം പേഴ്സണൽ പ്രയർ നടത്താറുണ്ടായിരുന്നു. കൂടുതലും ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ നടത്തുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങി ആ ഒരു രാത്രി സമയമാണ് ഈശോയായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സമയം. അങ്ങനെ ഈ ലൈഫിലുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈശോയോട് ഷെയർ ചെയ്തിട്ടാ ഓരോ ദിവസവും കിടന്നുറങ്ങാറുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഈശോയായിട്ടുള്ള ഒരു ബന്ധം വന്ന സമയത്ത് ഈശോയുടെ എല്ലാം ഷെയർ ചെയ്യാനും ഈശോയെ കൂട്ടുപിടിച്ച് ഈശോയിൽ ആശ്രയിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയ സമയങ്ങളൊക്കെ വീണ്ടും സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം കത്തിച്ചൊലിക്കാൻ തുടങ്ങി. കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ അത് ആളിക്കത്താൻ തുടങ്ങി. എന്നാലും വീട്ടിൽ നിന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങാനുള്ള ധൈര്യം അന്ന് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിലാരോടും പറയാതെ അങ്ങനെ ഉള്ളിലത് കൊണ്ട് നടന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് +1 +2 കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ കോൺവെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. കോൺവെന്റ് സ്കൂളിൽ ചേർന്നു. അങ്ങനെ അൽഫോൻസമ്മയുടെ ഒരു സീരിയൽ അവർ കാണിച്ചു തന്നു. അതിൽ അൽഫോൻസമ്മ സഹിച്ച് ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധിയായതും അൽഫോൻസമ്മയുടെ സഹനം, മിണ്ടടക്കം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എന്നെ സ്പർശിക്കാൻ തുടങ്ങി. ചെറുപ്പം മുതലേ സിസ്റ്റേഴ്സിൽ കണ്ട ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അനുകരിക്കാൻ തുടങ്ങി. സിസ്റ്റേഴ്സ് നടക്കുന്ന പോലെ നടക്കാനും അതിന് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് അനുകരിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പറയുന്ന ഈശോയുടെ എല്ലാം ഷെയർ ചെയ്ത് കിടന്നുറങ്ങി. രാത്രിയിൽ പെട്ടെന്നൊരു സ്വരം കേട്ട് ഞാൻ എഴുന്നേക്കാണ്. സഹിച്ച് അൽഫോൻസമ്മയെ പോലെ വിശുദ്ധയാകണം. അതാണ് ഞാൻ അന്ന് കേട്ടൊരു സ്വരം. ഇന്ന് വരെ അത് ആരോട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ചിന്തിച്ചിരുന്നത് അങ്ങനെ ഒരു സ്വരം കേട്ടു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല എന്ന് ചിന്തിച്ചിട്ട് ആരോട് ഷെയർ ചെയ്തിട്ടില്ല. ഇന്ന് കോൺവെന്റിൽ വന്നിട്ടാണെങ്കിലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലെ ഈശോയുടെ സ്വരം കേട്ടുള്ളൊരു ജീവിതമാണ് സന്യാസം എന്നത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ന് ധൈര്യത്തോടു കൂടെ കോൺഫിഡൻസോടു കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. ഈശോയുടെ സ്വരം കേട്ടതിന് പിന്നിലാണ് ഞാൻ ഈ ഒരു വൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ കാരണം. അതിന് മുന്നുള്ള സമയത്തൊക്കെ സിസ്റ്റർ ആൻറ്റി ചോദിക്കായിരുന്നു സിസ്റ്റർ ആവാൻ ആഗ്രഹം ഉണ്ടോന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഒരു തമാശയ്ക്ക് എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ ഞാനൊരു തമാശ രീതിയിൽ അവതരിപ്പിക്കാറുണ്ടായിരുന്നു ആൻറ്റിയോട്. ഈശോയുടെ വിളി വരട്ടെ, വിളി വരുമ്പോൾ ഞാൻ വരാം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആൻറ്റി ആയാലും പറഞ്ഞു തരും, അങ്ങനെ വിളിയൊന്നും വരില്ല, നമുക്കത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് അതാണ് സന്യാസത്തിലേക്കുള്ള നമ്മുടെ വിളി തിരിച്ചറിയാനുള്ളൊരു മാർഗം എന്ന് ആൻറ്റി പറഞ്ഞു തരാറുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി ഈ ഈശോയുടെ സ്വരം കേട്ട് അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ അടുക്കളയിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ സിസ്റ്റർ ആവാൻ പോട്ടെ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് അമ്മയോട് അറിയിച്ചപ്പോൾ അന്ന് അമ്മ അത്ര കാര്യമായിട്ട് എടുത്തില്ല, അതങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് വിട്ടു. പിന്നെ ഞാനും അതിനെക്കുറിച്ച് പിന്നീടൊന്നും പറയാൻ പോയില്ല. +1 +2 കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രെയർ ഹാൾ ഉണ്ടായിരുന്നു. അവിടെയും ഭക്ഷണം കഴിച്ചൊക്കെ വേഗം ചെന്ന് കുറച്ച് സമയം ഈശോയുടെ എല്ലാം ഷെയർ ചെയ്യാനും അവിടെ ഒരു ഈശോയുടെ തിരുമുഖത്തിന്റെ പടം ഉണ്ടായിരുന്നു. അതാണ് അതിൽ കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ചെന്ന് ഈശോയുടെ എല്ലാം ഷെയർ ചെയ്യാനും എല്ലാം പങ്കുവെക്കാനും തുടങ്ങി. അങ്ങനെ കൂടുതലും ആ സ്നേഹത്തിലേക്ക് വീണ്ടും അടുത്തെടുത്ത് തുടങ്ങി. അങ്ങനെയാണ് അൽഫോൻസ ഗാർഡന്റെ ഒരു മീറ്റ് വന്നത്. അതിലേക്ക് പങ്കെടുക്കാനായിട്ട് സിസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ ഞാൻ യെസ് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 ദിവസത്തെ ഒരു ധ്യാനം പോലെയായിരുന്നു അത്. അന്ന് ധ്യാനത്തിന് പോയതിന്റെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ
ഈശോയെ നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കണം എന്നതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്ക് വ്യക്തമായ അതിനൊരു തെളിവ് വേണം. ഇത്രയും നാളെ ഞാൻ നിന്റെ കൂടെ നടന്നു, എനിക്ക് ഇതിലെ അനുഭവിച്ചറിഞ്ഞിട്ടേ ഇനി മുന്നോട്ടുള്ള യാത്രയുള്ളൂ. അതായിരുന്നു അന്നത്തെ ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ മുന്നോട്ട് പോയി തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനും നന്നായി സ്തുതിക്കാനും നല്ല അനുഭവത്തിൽ പ്രാർത്ഥനയോട് കൂടെ പോകാനൊക്കെ പറ്റി. പിന്നെ അൽഫോൻസമ്മയെ പോലെ കൊച്ചു ത്യാഗങ്ങളെടുത്ത് അവിടെ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്ത് അൽഫോൻസന്റെ അവിടെ മീറ്റ് ആയതുകൊണ്ട് അൽഫോൻസമ്മയെ പോലെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു എല്ലാവരും. അങ്ങനെ ചെരല് മുട്ടുകുത്തിയൊക്കെ കുറച്ച് സമയം പ്രാർത്ഥിക്കാനും എന്താണ് എൻ്റെ വിളി എന്ന് എനിക്ക് തിരിച്ചറിയണം, ഉറച്ച് തീരുമാനം എടുക്കണം. മുന്നോട്ടൊരു കാല് വെച്ചാൽ പിന്നോട്ടില്ല, അതായിരുന്നു എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഈശോ അനുഭവിച്ചറിഞ്ഞിട്ടേ ഇനി മുന്നോട്ട് യാത്രയുള്ളൂ എന്ന തീരുമാനത്തിൽ ഈശോയോട് അതെല്ലാം പറഞ്ഞ് ധ്യാനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിലൊക്കെ ലാസ്റ്റ് ദിവസത്തിന്റെ അവസാനത്തെ ആരാധന മണിക്കൂറിൽ സ്തുതിപ്പും പ്രാർത്ഥനകളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് എനിക്ക് മൈഗ്രെയിൻ തലവേദന എടുത്തിട്ട് പ്രാർത്ഥിക്കാനൊന്നും ശരിക്കും പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല. ഈശോ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ സ്വക്കാൻ പറ്റുന്നില്ല, തലവേദന എടുക്കുന്നു. അങ്ങനെ ആകെ ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാൻ വരുന്നു, സ്വരങ്ങളും അವೆല്ലാം ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു അവസാന സമയം ഇങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കലേ ലാസ്റ്റ് ദിവസമായി, എല്ലാം കയ്യിന്ന് പോകാറായി തുടങ്ങി. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നേ. പക്ഷെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്താണ് ഈശോ എല്ലാം തുടങ്ങിയത്. അങ്ങനെ ഒന്ന് നിസ്സഹായ അവസ്ഥയിൽ ഈശോയുടെ മുന്നിലായിരിക്കുമോ ഈശോ ആ സ്തുതിപ്പിന്റെ ഇടയിലൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ശരിക്കും ഒരു വസ്ത്രം എൻ്റെ മേൽ വന്ന് തട്ടിപ്പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ തന്നെ അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈശോയുടെ മേലെങ്കിൽ ഒരു മകളുടെ മേലെ തട്ടുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആ മകൾക്ക് ഈശോയുടെ സൗഖ്യം ലഭിക്കുന്നുണ്ട്, ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ആ തട്ടിത് അനുഭവപ്പെട്ട സമയത്ത് തന്നെ ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി, ആരെയും കാണാനില്ല, പാവാണ്ടിട്ട് ഒരു ആരും അവിടെ അടുത്തില്ല. ഞാനപ്പോൾ ആ സമയത്ത് ഉറച്ച് വിശ്വസിച്ച് ഈശോയുടെ ഏറ്റു പറഞ്ഞു, ഈശോയെ ഞാൻ ഇന്ന് അനുഭവിച്ചറിഞ്ഞു, ഇനി എൻ്റെ ജീവിതം നിനക്കാൻ. അങ്ങനെ അൽഫോൻസുകാരൻ്റെ മീറ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന് അമ്മയോട് ഷെയർ ചെയ്തു. അമ്മ, ഞാൻ സിസ്റ്റർ ആവാൻ പോവാ, ഇനി തിരിച്ച് ഞാൻ ഉറച്ച് തീരുമാനം എടുത്തു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും, സിസ്റ്റർ ആവും. അന്ന് ഞാൻ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ എൻ്റെ അമ്മയെ കാണുന്നേ. അമ്മ അന്ന് ആദ്യം പറഞ്ഞെങ്കിൽ അമ്മ കാര്യമായിട്ട് എടുത്തില്ല. രണ്ടാമതും ഞാനിത് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായി. ചേച്ചിമാരോട് ഷെയർ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചു, മദർ തെരേസയുടെ കോൺവെന്റിൽ പോയാൽ മതി അങ്ങനെ പറഞ്ഞു. പിന്നീട് അമ്മ തന്നെ പറഞ്ഞു, മദർ തെരേസയുടെ കോൺവെന്റിൽ പോകണ്ട, അത് കുറച്ച് അകലെയാ, എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് നീ അൽഫോൻസമ്മയുടെ മഠത്തിൽ ചേർന്നാൽ മതിയോ. പിന്നീട് ഞാൻ ഏത് കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് അന്ന് കേട്ട സ്വരം പിന്നീട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അൽഫോൻസമ്മയെ പോലെ നീ സഹിച്ച് വിശുദ്ധയാകണമെന്നത്. അങ്ങനെ അൽഫോൻസമ്മയുടെയും ക്ലാരപ്പുണ്ണതിയുടെയും ഫ്രാൻസിസിന്റെയും കോൺഗ്രിഗേഷൻ FCC കോൺഗ്രിഗേഷൻ ഞാൻ തിരഞ്ഞെടുത്തു. This is really an inspiration, sister. So divine God is like this. Now I have to say a question. What is your inspiration to follow this life, sister? എന്നെ ദൈവവിളി സ്വീകരിക്കാനായിട്ട് കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എൻ്റെ സിസ്റ്റർ ആൻറ്റിയെ കണ്ടുമുട്ടുമ്പോഴും സിസ്റ്റേഴ്സിനെ കണ്ടുമുട്ടുമ്പോഴും ഇവരെ പോലെ ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി വെക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ 2 വിശുദ്ധരുടെ ജീവിതങ്ങളാണ് കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം, വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം. മദർ തെരേസ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വിശുദ്ധയാണ്. അതുപോലെ തന്നെ അൽഫോൻസമ്മ സഹനങ്ങൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങളെ കാഴ്ചവെച്ചു. അൽഫോൻസോയുടെ മിണ്ടടക്കം. ഈ 2 വിശുദ്ധരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അതുപോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഒരു വിശുദ്ധിയായി തീരണം എന്ന ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഈ ദൈവവിളി സ്വീകരിക്കുന്നത്. Thank you, sister. People thought a question. How are you enjoying your life now, sister? And what advice would you like to give to the young generation? എൻ്റെ പ്രസന്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർമനന്റ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ഇത് മാത്രമേ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളൂ. അതിനായി കൊതിയോടെ ഒരു ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈശോയുമായി ഒന്നായി തീരണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈശോയുടെ കൂടെ ഈ സന്യാസ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞനുജത്തിമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വർഗത്തിന്റെ മുന്നാസ്വാദനമായ ഈ സന്യാസ ജീവിതം
ഈശോയുടെ കൂടെ ആസ്വദിക്കുക. പുറമേ നിന്ന് ആസ്വദിക്കുന്നതിനേക്കാൾ ഉള്ളിൽ വന്ന് ഈ സന്യാസം എന്തെന്ന് മനസ്സിലാക്കി അത് ഈശോയുടെ കൂടെ സന്യാസം ആസ്വദിക്കുക. I love my Jesus. I love my consecrated life. Thank you so much for your valuable time, sister. I hope all of us are inspired and motivated, right? Let this light shine upon all of us. Remember, O most gracious Virgin Mary, that never was it known that anyone who fled your protection, implored your help and sought your intercession was left unaided. Inspired with this confidence, I fly to you, O Virgin of Virgins, my Mother. To you I come, before you I stand, sinful and sorrowful. O Mother of the Word incarnate, despise not my petitions, but in your mercy hear and answer me. Amen. So much for a lovely prayer. I hope all of you enjoyed today's show. Let's meet tomorrow with Anthem Bride of the King. Until then, it is Helen signing off. Thank you and good night.